ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ പുഡിങ്ങുകളിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇത്. നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇത് 2 ലെയർ ആയിട്ടുള്ള പുഡിംഗ് ആണ്, നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇളനീര് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതാണ്, അതുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചത്. വലുതാണെങ്കിൽ 1 തന്നെ മതിയാവും. പക്ഷെ നമുക്കറിയില്ല, ഉള്ളിൽ മുറിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ട് കാമ്പെന്ന്. പൊട്ടിച്ചിട്ടുണ്ട്. അതിലെ വെള്ളം നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് നമുക്ക് സ്പൂൺ കൊണ്ട് ചുരണ്ടിയെടുത്ത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആ കാമ്പൊക്കെ ചുരണ്ടി എടുത്തപ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. വളരെ തിന്നായിട്ടുള്ള കാമ്പാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്തതും കൂടെ ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ അടുത്തതും പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കൂടെ അതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കാമ്പ് അത് കുറച്ചും കൂടെ തിക്കാണ് കേട്ടോ. അതിലും വലിയ മധുരമൊന്നുമില്ല, നമുക്ക് ഷുഗറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വാങ്ങിക്കുമ്പോൾ എന്തായാലും നമുക്കതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ഇളനീരിൻ്റെ കാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് അളന്ന് കാണിച്ചു തരാം. ഇപ്പം ഏകദേശം ഒരു 1/2 കപ്പാണ് കേട്ടോ ഉള്ളത്. 1/2 കപ്പേ ഉള്ളൂ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് അതെടുക്കുന്നതെല്ലാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിലാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ കിട്ടും. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ 1 കപ്പ് പാലിന് പകരം 2 കപ്പ് പാല് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് 1 കപ്പ് ആക്കിയെടുത്തിരുന്നാലും മതി. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലേ പുഡിങ് തണുത്ത് വരുമ്പോൾ നല്ല കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് അഗാറിൻ്റെ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ചൈന ഗ്രാസ് ജലാറ്റിനോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ജലാറ്റിൻ ആകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നതിന് ഒരു വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അഗാർ പൗഡറിന് അങ്ങനത്തെ ഒരു സ്മെല്ലേ ഇല്ല, നല്ല സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. 1/2 ടേബിൾ സ്പൂൺ അഗാർ പൗഡറാണ് എടുക്കുന്നത്. ഇതിൻ്റെ നല്ല നൈസായിട്ടുള്ള പൗഡറാണ്. അത് നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 1/2 ടേബിൾ സ്പൂൺ അഗാർ എന്ന് പറയുമ്പോൾ 4 ഗ്രാമാണ് ഇട്ടുള്ളത്. ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് ചെറിയ പാക്കറ്റായിട്ടും വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇതിൻ്റെ ഇരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അഗാർ 1 ടേബിൾ സ്പൂൺ ആയിട്ട് എടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതൊരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നല്ല ചൂടൊന്ന് കുറയട്ടെ. ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തിക്കായി പോകും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടങ്ങ് കുറഞ്ഞേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മളിത് ചൂടാക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു നല്ല ആ ഒരു ടേസ്റ്റ്, അത് ശരിക്കും ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. കാരണം നമ്മൾ അഗാറും ഈ ഒരു ടെൻഡർ കോക്കനട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. നല്ലതുപോലെ ഇളക്കാം. നമ്മൾ മിക്സായെന്ന് വിചാരിച്ചാലും ഒന്ന് നിർത്താതെ കുറച്ചും കൂടെ സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിക്കണം. അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഡോം ഷേപ്പിലുള്ള മോൾഡാണ്. അപ്പോൾ ഏത് മോൾഡായാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ പാത്രമായാലും സ്റ്റീലിൻ്റെ ചുറ്റും പാത്രമായാലും ഏതായാലും കുഴപ്പമില്ല. അതിലൊരു 1/4 ഭാഗത്തോളം, മുഴുവൻ ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഐസ്ക്രീം കപ്പിലേക്ക് അങ്ങ് ഒഴിച്ച് അങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ എളുപ്പമാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കട്ട് ചെയ്യാനുള്ളതിൻ്റെ ലുക്ക് വേറെയാണ് കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളം അത് 1 കപ്പ് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കരിക്കിന് തീരെ മധുരമില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മധുരം ഇച്ചിരി മുന്നോട്ടായി നിൽക്കുന്ന തരത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. കാരണം തണുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് കുറയും. ഇനി ഒരു തരി ഉപ്പ് അത് ചേർക്കാൻ വിട്ടുവരും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം.
ഉപ്പാണല്ലോ പുഡിങ്ങിൽ എങ്ങനെ ഇടുമെന്നൊന്നും വിചാരിക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത അഗാറിൻ്റെ പൗഡർ തന്നെയാണ്. അത് 1/4 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ ആണെങ്കിൽ എല്ലാം അതിൻ്റെ ഇരട്ടിയൊക്കെ അങ്ങ് എടുക്കാമല്ലോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് മതി, ഒരുപാട് സമയത്ത് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാനൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. അത് സെറ്റാക്കാൻ വേണ്ടി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒഴിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച പുഡിങ് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. തൊട്ട് നോക്കുന്ന സമയത്ത് വെള്ളം പോലെയല്ല ഉള്ളത്. അതൊന്ന് ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഉറച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിക്കാവുള്ളൂ. ഇനി പുറത്ത് വെച്ചിട്ട് ഉറച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും. നമുക്കിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് കുത്തി ഒഴിക്കേണ്ട, കാരണം ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒഴിക്കുന്ന ഭാഗം ചിലപ്പോൾ കുഴിഞ്ഞു പോകും. താഴെയുള്ളവനറിയാതെ പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നിറച്ചു അങ്ങ് ഒഴിക്കുന്നുണ്ടേ. അപ്പോൾ 2 ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അതൊരു ഭംഗിയാണ്, ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഞാൻ ഒരു ട്രേയിൽ ഒഴിച്ചിട്ട് വെക്കുന്നേ ഉള്ളൂ. മറ്റേ ബൗളിൽ ഒഴിക്കുന്നില്ല. ബൗളിലുള്ളത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇനി അതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള ഒരു പൊടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണത്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തരി ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഒരുപാട് നമ്മൾ കറിക്കൊക്കെ തേങ്ങ വറുക്കുന്ന പോലെ അത്രയും ബ്രൗൺ കളറൊന്നും ആവണ്ട. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അത്രയും മതി. പഞ്ചസാരയൊക്കെ കൂടെ കാരമലൈസ് ചെയ്ത് രണ്ടും കൂടെ ആ ഒരു കളർ അങ്ങോട്ട് വരും. അതുവരെ ഒരുപാട് തീ കൂട്ടിയും വെക്കേണ്ട, കുറഞ്ഞ തീയിൽ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അത് മതി, നമുക്ക് ഓഫാക്കി കൊടുക്കാം. പിന്നെ ആ ചൂടിന് ഇനിയും ഒരുപാട് സമയം മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവം മതി. അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണതിന് ശേഷമേ പൊടിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ എണ്ണ ചിലപ്പം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആവണ്ട. ചെറിയൊരു തരിതരിപ്പോടുകൂടി ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും. ഇത് നമ്മളിപ്പം പ്രളയനൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ക്രഞ്ചിനെസ് ഇതിനുണ്ടാവും. ഇത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് അടച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് നമ്മൾ പുഡിങ്ങൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒരുമിച്ച് ചെയ്തിട്ട് എടുത്ത് ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ആവശ്യത്തിനുള്ളത് അതിൻ്റെ കൂടെ കൊടുത്തിരുന്നാൽ മതി. ഇത് മുഴുവൻ നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ഉപയോഗിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലോണം തിക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് വെച്ച് കമത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ഡിമോൾഡായി വരുമെന്ന് വിചാരിക്കേണ്ട. ഇടയ്ക്ക് എടുത്തുകൊണ്ട് കുലുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുലുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്ന് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചൊന്ന് കൈയുടെ ചൂടൊന്ന് ഇതിനൊക്കെ കൊടുത്തിരുന്നാൽ മതി. ആ ചൂട് ചെറിയൊരു ചൂട് കിട്ടുമ്പം അതങ്ങ് പെട്ടെന്ന് അങ്ങ് ഇളകി വന്നോളൂ. ഇതിപ്പം അലൂമിനിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ കൈ വെച്ച് ആ ചൂട് വരുന്നത്. ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തുണി ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇളകി വന്നോളും. അപ്പോൾ അതാ ഇളകി വന്ന ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് പൊക്കി നോക്കാം. അതാ അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴത്തെ ഗ്ലാസിൻ്റെ ലെയറാണ്. ഇപ്പോൾ പ്ലേറ്റിലായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചറിയാൻ പറ്റും. നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് അതിൻ്റെ മുകളിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മുകളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും അടിയിലും കൂടെ ഒരു ലെയറായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു സെപ്പറേറ്റ് അങ്ങ് എടുത്ത് കാണിക്കും. അത് ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കാണാൻ ഭയങ്കര ലുക്കാണ്. ഇപ്പം സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് വലിയ പുഡിംഗ് ആയിട്ടോ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത് കേക്ക് ബോർഡിലേക്ക് ഡിമോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കേക്ക് ബോക്സിൽ നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നില്ലേ അതേപോലെ സെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കപ്പുകൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അടപ്പൊക്കെ ഉള്ളത്, അതുപോലത്തെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തും കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ 650 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അഗാർ പൗഡറിന് പകരം സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിൽ നമ്മൾ ആ ഒരു വെയിറ്റ് നോക്കി എടുത്തിരുന്നാൽ മതി. ഇതേ സെയിം വെയിറ്റ് തന്നെ എടുത്തിരുന്നാൽ മതി. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല.
നമ്മൾ ഐസ്ക്രീം കപ്പിലേക്ക് സെറ്റ് ചെയ്തില്ലേ, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് സെറ്റ് ചെയ്തും കൊടുക്കാം. രണ്ടും ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അത് വേറൊരു ടേസ്റ്റ്, ഇത് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇത് നമ്മൾ അവസാനം സെറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇടുകയാണ് കേട്ടോ നല്ലത്. ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഇല്ലാണ്ടാവും. ടേസ്റ്റൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ അത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഈ ഒരു പൗഡർ ഉണ്ടാക്കി നമുക്ക് പുറത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഒരു 2-3 ദിവസം വരെ ഒന്നും ആവാതെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് വെച്ചിരുന്നാൽ മതി. രണ്ടിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കി വന്നത് നമ്മളൊരു ട്രെയിൽ ഒഴിച്ച് വെച്ചില്ലേ, അതും കൂടെ ഒന്ന് തട്ടിയും എടുക്കുകയാണ്. അത് ഗ്ലാസിൻ്റെ പീസ് കിടക്കുന്ന പോലെ ഉണ്ട്. നല്ല രസമാണ് ഇതിങ്ങനെ പിടിക്കാനായിട്ട്, ഇങ്ങനെ ജെല്ലിയായിട്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഞാൻ നമ്മുടെ മെയിൻ പുഡിങ്ങിൻ്റെ നടുവിലോട്ട് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി, കാണാനൊരു ലുക്കല്ലേ. ഞാൻ അടുത്ത ഇത് 2 പീസും കൂടെ എടുത്ത് ഇതിൻ്റെ നടുവിലോട്ടും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റോയൽ ലുക്കുണ്ട് കാണാനായിട്ട്. എൻ്റെ നല്ല ഇങ്ങനെ ഇളകി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അടിപൊളിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അത് കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. ഒരു തരത്തിൽ ഇത് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അങ്ങ് എന്താ പറയുക, സോഫ്റ്റായിട്ട് അങ്ങ് കട്ടായി പോകുന്നുണ്ട്. ഇപ്പം കട്ട് ചെയ്തു. മുകളിലത്തെ ആ പീസ് അടക്കം അങ്ങ് കട്ട് ചെയ്തു. നമുക്കങ്ങ് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇളകി കളിക്കുന്നതാണ്. എനിക്ക് എപ്പോഴും പുഡിങ് ഉണ്ടാക്കിയാൽ ഇതൊരു മെയിൻ ഹോബിയാണ്. തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു. പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ലിറ്ററലി വായിലിട്ടാൽ മതി കേട്ടോ. വായിലങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് അമേസിങ് ടേസ്റ്റാണ്. ഇതിലെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല തണുപ്പിച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇഫ്താറിന് സ്പെഷ്യലായിട്ടുള്ളൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ് ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഉപയോഗിച്ച അഗാറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.